ഇന്ത്യൻ ആർമിയിലേക്ക് തയ്യാറെടുക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇന്ത്യൻ ആർമിയിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയറിൽ ആദ്യം റിട്ടേൺ എക്സാമിനേഷൻ ആണ് വരുന്നത്, രണ്ടാമതാണ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത്. ഈ ഫിസിക്കൽ ടെസ്റ്റിനകത്ത് ഇപ്പോഴും പല ഉദ്യോഗാർത്ഥികൾക്കും ഡൗട്ടുള്ളതാണ് അവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത്. അതായത് ഫിസിക്കൽ ടെസ്റ്റിനകത്ത് എന്തൊക്കെ ഈവൻ്റ് ആണ് ഉള്ളത്. ആൺകുട്ടികൾക്കും സെപ്പറേറ്റ് ആണ്, പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ഈവൻ്റ് ആണ് വരുന്നത്. ആദ്യം നമുക്ക് ആൺകുട്ടികളുടെ ബോയ്സിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്നതാണ് 1600 മീറ്റർ റണ്ണിങ്, അതുപോലെ തന്നെ രണ്ടാമതാണ് പുള്ളപ്പ്, മൂന്നാമതാണ് 9 ഫീറ്റ് ഡിച്ച്, നാലാമതാണ് ബാലൻസ്. ആദ്യത്തെ ഇവൻ്റ് ആണ് 1600 മീറ്റർ റണ്ണിങ്. 1600 മീറ്റർ റണ്ണിങ് ഏകദേശം 100-150 കുട്ടികളുടെ ഒരുമിച്ചായിരിക്കും. നിങ്ങൾ 400 മീറ്ററിൻ്റെ ട്രാക്കിനകത്ത് 4 റൗണ്ടാണ് നിങ്ങൾ പൂർത്തീകരിക്കേണ്ടത്. ഈ 1600 മീറ്റർ റണ്ണിങ് പൂർത്തീകരിക്കാൻ എടുക്കേണ്ട സമയമാണ് 5 മിനിറ്റും 40 സെക്കൻഡും. 5 മിനിറ്റും 40 സെക്കൻഡുമാണ് ഈ 1600 മീറ്റർ നിങ്ങൾ ഓടാൻ വേണ്ട സമയം. ഈ 1600 മീറ്റർ റണ്ണിങ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു 100-150 കുട്ടികളെ ഒരുമിച്ച് വെച്ചിട്ടായിരിക്കും നിങ്ങളെ ഓടിപ്പിക്കുന്നത്. ഈ ഓടിപ്പിക്കുന്ന സമയത്ത് കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ 1600 മീറ്റർ സ്റ്റാർട്ടപ്പ് ലൈനിൽ നിന്നും പിറകിലോട്ട് ഏകദേശം 10-20 മീറ്റർ പിറകിലായിരിക്കും ലാസ്റ്റ് വരുന്ന ഒരു കുട്ടി വരുന്നത്. ഈ ലാസ്റ്റ് വരുന്ന കുട്ടി അവിടെ ഇപ്പം 100-150 പേര് ഒരുമിച്ച് അവിടെ നിർത്തുന്ന സമയത്ത് നിങ്ങൾ പിറകിലാണെങ്കിൽ ഈ 10-20 മീറ്റർ എക്സ്ട്രാ ഓടേണ്ടി വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ കരുതി വെക്കേണ്ട ഒരു കാര്യമാണ്. 4 റൗണ്ടാണ് 400 മീറ്ററിൻ്റെ അവിടെ ഓടേണ്ടി വരുന്നത്. ഈ 400 മീറ്റർ ഓടുന്നതിന് മുന്നേ പിറകിൽ, അതായത് ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട് എന്നുള്ള അവിടെ അനൗൺസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ആരാണോ പിറകിലാവുന്നത് അവിടെ ഓരോ കോർണറിലും ആർമി പേഴ്സൺ സ്റ്റാൻഡിങ്ങിൽ നിൽക്കുന്നുണ്ടാവും. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ ലാസ്റ്റ് റൗണ്ട്, അതായത് പിറകിലുള്ള കുട്ടിയാണെങ്കിൽ അവരെ ഓട്ടോമാറ്റിക്കായിട്ട് അവരെ ക്യാച്ച് ചെയ്തിട്ട് ഔട്ട് ചെയ്യുന്നതാണ്. ആയതിനാൽ ഞാൻ ലാസ്റ്റ് സമയത്ത് ഞാൻ ഓടിപ്പിടിക്കാം എന്നുള്ള, അല്ലെങ്കിൽ ലാസ്റ്റ് സമയത്ത്, അതായത് 4ാമത്തെ റൗണ്ട് അല്ലെങ്കിൽ തേർഡ് റൗണ്ടിലാണ് ഞാൻ എഫേർട്ട് എടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പിറകിലേക്ക് പോകുന്നൊരു കുട്ടിയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെ അതിന് മുന്നേ തന്നെ ആർമി പേഴ്സൺ നിങ്ങളെ ഔട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ എത്രമാത്രം സ്റ്റാർട്ടിങ് തൊട്ട് എഫേർട്ട് എടുക്കുന്നോ അത്രമാത്രം നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുന്നതാണ്. 5:30 എത്തുന്ന ഉദ്യോഗാർത്ഥികളെ എക്സലൻറ്റിലേക്ക് മാറ്റുന്നതാണ്. അതുപോലെ തന്നെ 5:40 ആണെങ്കിൽ അവരുടെ ഗുഡ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി എന്നുള്ളതിൽ അതിന് ഓരോ മാർക്കുണ്ട്. ഈ എക്സലൻറ്റിന് ഇത്ര മാർക്ക്, ഗുഡിന് ഇത്ര മാർക്ക്, സാറ്റിസ്ഫാക്ടറിക്ക് ഇത്ര മാർക്ക് എന്നുള്ളത്. കാരണം ഓരോ കോളത്തിനനുസരിച്ചായിരിക്കും നിങ്ങളെ മാറ്റി നിർത്തപ്പെടുന്നത്. 5:30 താഴെ എത്തുന്നത് മാക്സിമം എന്നുള്ളത് 5:15 തൊട്ടന്നെ ഉദ്യോഗാർത്ഥികൾ എക്സലൻറ്റ് കോളത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച നിങ്ങൾക്കും അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ അടുത്ത സ്റ്റെപ്പാണ് വരുന്നത് പുള്ളപ്പ്. 10 എണ്ണമാണ് പുള്ളപ്പ് എടുക്കേണ്ടത്. ഈ 10 എണ്ണം ആരാണോ ചെയ്യുന്നത്, പ്രോപ്പറായിട്ട് നിങ്ങൾ കൈ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ വാച്ച് ചെയ്യുന്നവർ നിങ്ങളെ ഔട്ട് ചെയ്യുന്നതാണ്. അവിടെ ഒബ്ജക്ഷൻ കൊടുക്കേണ്ട ഒരു ചാൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. അതിനാൽ പ്രോപ്പറായിട്ട് നിങ്ങൾ 5 എണ്ണം എടുത്താലും ശരി, അല്ലെങ്കിൽ 8 എണ്ണം എടുത്താലും ശരി, അല്ലെങ്കിൽ 10 എണ്ണം ആയിക്കോട്ടെ, ഈ എടുക്കുന്ന എണ്ണം അതായത് പ്രോപ്പറായിട്ട് കൈ സ്ട്രെയിറ്റ് തന്നെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അടുത്തതാണ് ബാലൻസിങ്, അതുപോലെ തന്നെ 9 ഫീറ്റ് ഡിച്ച്. ഈ 9 ഫീറ്റ് ഡിച്ചിനകത്ത് 9 അടിയുടെ ഒരു കുഴിയായിരിക്കും. ആ കുഴി ചാടിക്കടക്കുക, ജസ്റ്റ് ഒരു പാസ്സാണ്, അതിന് മാർക്ക് ലഭിക്കുന്നതല്ല. 60 മാർക്ക് റണ്ണിങ്, അതുപോലെ തന്നെ 40 മാർക്ക് പുള്ളപ്പ്. ഇങ്ങനെ 100 മാർക്കിൻ്റെ ഫിസിക്കലാണ് മാർക്കിനനുസരിച്ചിട്ട് കൊടുക്കുന്നത്. 4ാമത് ഈ ഫിസിക്കലിനകത്ത് വരുന്നതാണ് ബാലൻസിങ്. നിങ്ങളൊരു ഹൈറ്റിലേക്കൂടെ അതായത് ഏകദേശം 5-10 സെൻറ്റിമീറ്റർ വീതിയിലുള്ള ഒരു മരത്തടിയുടെ മേലെ കൂടിയാണ് നടപ്പിക്കുന്നത്. അതിൻ്റെ മേലെ നിങ്ങൾ ബാലൻസിങ് താഴെ വീഴുകയാണെങ്കിൽ നിങ്ങൾ അൺക്വാളിഫൈഡ് ആവുന്നതാണ്. അല്ലെങ്കിൽ അത് പാർ ചെയ്തു, അതിനെ ക്രോസ് ചെയ്തു, നിങ്ങൾ ക്വാളിഫിക്കേഷൻ ആവും. ഇത്രയുമാണ് ഫിസിക്കൽ ടെസ്റ്റിനകത്ത് വരുന്നത്. ഫിസിക്കൽ ടെസ്റ്റിനകത്ത് 100 മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, 60 മാർക്ക് റണ്ണിങ്, 40 മാർക്ക് പുള്ളപ്പിൻ്റെത്. ഈ 100 മാർക്ക് നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ എക്സാമിനേഷനകത്ത് നിങ്ങൾക്ക് ചെറിയൊരു മാർക്ക് കുറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു 100 മാർക്ക് എന്നുള്ളതിൽ 100 മാർക്ക് പ്ലസ് റിട്ടേൺ എക്സാമിനേഷൻ്റെ മാർക്കിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ റണ്ണിങ് കഴിഞ്ഞു, പുള്ളപ്പ് കഴിഞ്ഞു, ബാലൻസിങ് കഴിഞ്ഞു, 9 ഫീറ്റ് ഡിച്ച്, ഇതെല്ലാം ക്വാളിഫൈ ആയതിനു ശേഷം നിങ്ങളുടെ ഫിസിക്കൽ മെഷർമെൻറ്റിന് കൊണ്ടുപോകുന്നതാണ്. അവിടെ വെച്ചായിരിക്കും നിങ്ങളുടെ ഹൈറ്റ് രണ്ടാമത് ചെക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ചെസ്റ്റ്. 80-85 ആണ് ഇതിൻ്റെ മിനിമം നമ്മൾ ഇതിൻ്റെ ചെസ്റ്റ് മെഷർമെൻറ്റിൽ കൊടുക്കുന്നത്. 80 സെൻറ്റിമീറ്റർ വികസിപ്പിക്കാതെയും 5 സെൻറ്റിമീറ്റർ വികസിപ്പിച്ച്, അതായത് നോർമൽ എന്നുള്ളത് 5 സെൻറ്റിമീറ്റർ വികസിപ്പിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം എന്നർത്ഥം. 5 സെൻറ്റിമീറ്റർ വികസിപ്പിച്ചില്ല, എക്സ്പാൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺഫിറ്റ് ആവുന്നതാണ്.
അതിനുശേഷമാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ചെയ്യുന്നത്. ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നിങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുള്ളത് അത്രയും കാര്യങ്ങളും അവിടെ ചെക്ക് ചെയ്യപ്പെടും. അതിനുശേഷം പിറ്റേ ദിവസമാണ് നിങ്ങളുടെ മെഡിക്കലിന് വേണ്ടിയിട്ട് അവിടെ വിളിക്കുന്നത്. മെഡിക്കലിന് ഇപ്പം ചിലപ്പോൾ നിങ്ങൾ രാത്രി 12 മണിയാവാം 1 മണിയാവാം നിങ്ങളുടെ ഈ ഒരു ഫിസിക്കൽ മെഷർമെൻറ്റും അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തിറങ്ങാൻ. പിന്നെ പിറ്റേ ദിവസം 5 മണിക്ക് വീണ്ടും നിങ്ങളുടെ മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് അവിടെ വിളിക്കുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡിക്കലിന് അതായത് ഫിസിക്കൽ ടെസ്റ്റിന് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ മാക്സിമം എല്ലാവരും തന്നെ ചെവി അതുപോലെ തന്നെ പല്ല് ക്ലീനാക്കി പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ മെഡിക്കലിന് ശേഷം ആരെയാണോ റീമെഡിക്കൽ അടിച്ചിട്ടുള്ളത് അവർക്കൊരു 5 ദിവസത്തെ സമയം കൊടുക്കുന്നതാണ്. 5ാമത്തെ ദിവസം അല്ലെങ്കിൽ 6ാമത്തെ ദിവസം വീണ്ടും വിളിച്ചിട്ട് ചെക്ക് ചെയ്യപ്പെടും. ഇത്രയും പ്രൊസീജിയറാണ് നമ്മുടെ ഫിസിക്കൽ ഡോക്യുമെൻറ്റേഷൻ അതുപോലെ തന്നെ മെഡിക്കൽ നടക്കാൻ പോകുന്നത്. ഇതിന് ശേഷം നിങ്ങൾ വീട്ടിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. പിന്നെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ മെയിലിനകത്ത് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരും ഏത് ദിവസമാണ് കാലിക്കറ്റ് അല്ലെങ്കിൽ ട്രിവാൻഡ്രം ARO അവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ള ടൈം ഡേറ്റ് തരുന്നതാണ്. ഇതാണ് ആൺകുട്ടികളുടെ ഫിസിക്കൽ ടെസ്റ്റ് അതുപോലെ തന്നെ മെഡിക്കൽ അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടക്കുന്നത്. അടുത്താണ് പെൺകുട്ടികളുടെ ഗേൾസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിനകത്ത് 1600 മീറ്റർ റണ്ണിങ് തന്നെയാണ് വരുന്നത്. ഇവരും ഏകദേശം 5 മണിക്ക് മുന്നേ അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അവിടെ നിന്ന് ഹൈറ്റ് അളന്നതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ഗ്രൗണ്ടിലേക്ക് കടത്തിവിടുന്നത്. മാക്സിമം കഴിഞ്ഞ 1-2 വർഷത്തെ ഫിസിക്കൽ ടെസ്റ്റിനകത്ത് ഗേൾസിൻ്റെ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ടാവും 163 ഹൈറ്റിന് മേലുള്ളവരെ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആയതിനാൽ ഇപ്പം 152 അല്ലെങ്കിൽ 157 പറഞ്ഞതെങ്കിലും ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള മാക്സിമം അതായത് ഹൈറ്റ് 160 താഴെയുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഹൈറ്റ് ഇൻക്രീസ്മെന്റിനുള്ള ട്രെയിനിങ് ചെയ്യേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവരുടെ 1600 മീറ്റർ റണ്ണിങ് തന്നെ ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ 50-100 പേരെ ഒരുമിച്ചായിരിക്കും ഓടിപ്പിക്കുന്നത്. ആ ഓടിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും മുൻപന്തിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതായത് സ്റ്റാർട്ടിങ്ങിൽ നിൽപ്പിക്കുന്ന സമയത്ത് തന്നെ മുന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കേണ്ടതാണ്. ഈ 1600 മീറ്ററിൽ 4 റൗണ്ട് തന്നെയാണ് ഓടിപ്പിക്കുന്നത്. ഇതിലും ബോയ്സിന് 5 മിനിറ്റ് 40 സെക്കൻഡാണ് ലഭിക്കുന്നതെങ്കിൽ പെൺകുട്ടികൾക്ക് 7.30 7 മിനിറ്റ് 30 സെക്കൻഡുമാണ് ലഭിക്കുന്നത്. ഈ 7.5 മിനിറ്റ് എന്നുള്ളത് വലിയൊരു ടൈമാണ്. എന്നിരുന്നാൽ പോലും മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 6:30 to 7 മിനിറ്റിനകത്ത് എത്തിപ്പെടുന്നതാണ്. അതിന് ഓരോ ഉദ്യോഗാർത്ഥി എത്രയും പെട്ടെന്ന് തന്നെ ടൈം ക്ലോസ് ചെയ്തുകൊണ്ട് കാരണം 7.5 മിനിറ്റ് എന്നുള്ളത് നിങ്ങൾ കെയർ കൊടുക്കാതെ 7 മിനിറ്റിനകത്തെങ്കിലും മാക്സിമം 7 മിനിറ്റിനകത്തെങ്കിലും എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റിനകത്ത് റണ്ണിങ് ക്ലിയർ ചെയ്തു. അടുത്തതാണ് ഹൈ ജമ്പ് അതുപോലെ തന്നെ ലോങ് ജമ്പ്. ഹൈ ജമ്പ് ഏകദേശം 1 മീറ്ററിന് അടുപ്പിച്ചിട്ടാണ് 3 അടിയാണ് ചാടിക്കിടക്കേണ്ടത്. അത് നിങ്ങൾക്ക് ഏത് സ്റ്റൈലിലായിക്കോട്ടെ ബെല്ലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് നോർമൽ സ്റ്റൈലിലായാലും നിങ്ങൾ ചാടിക്കിടക്കുകയാണെങ്കിൽ ക്വാളിഫൈഡ് ആവുന്നതാണ്. അതുപോലെ തന്നെ ലോങ് ജമ്പ് അടുത്താണ് അതായത് ഹൈ ജമ്പ് ദെൻ ലോങ് ജമ്പ്. ലോങ് ജമ്പിനകത്ത് 10 അടി ദൂരമാണ് ചാടിക്കിടക്കുന്നത്. ഏകദേശം 3.10 3 മീറ്ററും 10 സെൻറ്റിമീറ്ററും കൂടിയാണ് നിങ്ങൾ അതിൻ്റെ ഒരു ഡിസ്റ്റൻസാണ് ലോങ് ജമ്പിനകത്ത് ചാടിക്കിടക്കേണ്ടത്. ഈ ഒരു 3 ഐറ്റംസാണ് ഫിസിക്കൽ ടെസ്റ്റിനകത്ത് വരുന്നത്. ബാക്കി ബോയ്സിൻ്റെത് പറഞ്ഞ പോലെ തന്നെ അവിടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ. അടുത്തത് മെഡിക്കൽ ബോയ്സിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് കൂടുതലായിട്ടാണ് ഗേൾസിൻ്റെ വരുന്നത്. ഗൈനോ റിലേറ്റഡ് അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഇത്തരം കാര്യങ്ങളാണ് മാക്സിമം ചെക്ക് ചെയ്യാറുള്ളത്. പിന്നെ കണ്ണിൻ്റെത് അതുപോലെ തന്നെ മൂക്ക് വായ ഇതെല്ലാം ബോയ്സിൻ്റെ സെയിം തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെവി പല്ല് ക്ലീൻ ആക്കിയിട്ട് തന്നെ പോകാൻ ശ്രമിക്കുക. ഈ ഒരു കാര്യങ്ങളാണ് ഫിസിക്കൽ ടെസ്റ്റിനകത്ത് നമ്മുടെ ബോയ്സിൻ്റെതും അതുപോലെ തന്നെ ഗേൾസിൻ്റെതും വരാറുള്ളത്. ബോയ്സിൻ്റെത് ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഒന്ന് റണ്ണിങ്ങിൻ്റെ അതുപോലെ തന്നെ രണ്ടാമത് ബോയ്സിൻ്റെതാണെങ്കിൽ പുള്ളപ്പ്, ഗേൾസിൻ്റെതാണെങ്കിൽ റണ്ണിങ് പ്ലസ് ഹൈ ജമ്പ് ലോങ് ജമ്പ്. ഈ ഒരു ഈവൻറ്റുകൾ നിങ്ങൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 90% ഹോപ്പ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഫിസിക്കൽ ക്ലിയർ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തോന്നും ഹാപ്പി മൊമെൻറ്റ് എന്നുള്ളതിൽ തോന്നും. അത് നമ്മുടെ മെഡിക്കലിന് പോലും നമ്മളെ ബാധിക്കുന്നതാണ്. അതായത് ഫിസിക്കൽ ക്ലിയറായി, ഡോക്യുമെൻറ്റേഷൻ ക്ലിയറായി, ഹൈറ്റ് വെയിറ്റ് ഇതൊക്കെ ക്ലിയറായി, പിന്നെ മെഡിക്കൽ എന്നുള്ളത് ഓട്ടോമാറ്റിക്കായി നമുക്കൊരു ഹാപ്പിയസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ നേടാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ജന്മനാ ഉള്ള മെഡിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തതാണ്. ബാക്കി കാര്യങ്ങൾ പലതും നല്ല നമ്മൾ ഫിസിക്കൽ ട്രെയിനിങ്ങിലേക്കൂടെ അല്ലെങ്കിൽ ബാക്കി ട്രെയിനിങ് ഇവൻറ്റിലേക്കൂടെ നമുക്ക് മാറ്റാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആയതിനാൽ ഫിസിക്കൽ ടെസ്റ്റിനകത്ത് പോകുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും ഈ ഒരു വീഡിയോ മാക്സിമം
കേരളത്തിലെ എല്ലാ യൂണിഫോം സേനയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, അതായത് ഇന്ത്യൻ ആർമി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നേവി ആയിക്കോട്ടെ, എയർഫോഴ്സ് ആയിക്കോട്ടെ. എയർഫോഴ്സിൻ്റെയും നേവിയുടേതും സെപ്പറേറ്റ് ആണ്, അത് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആയതിനാൽ ഈ ഒരു വീഡിയോ പരമാവധി ഇന്ത്യൻ ആർമിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളിലേക്കും പരമാവധി ഷെയർ ചെയ്യുക. താങ്ക്